ഗായ്സ്, നമ്മൾ വീട്ടിൽ പിടിച്ച വാളരിപ്പയറാണ്. വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോഴും നമുക്ക് കിട്ടിയത് നല്ല നീളം കൂടിയ. ഇത് കാണിച്ചപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് നീളം കുറവല്ലേ, പക്ഷേ കണ്ട ഈ ഒരെണ്ണം നല്ല നീളമുള്ളതാണ്. പക്ഷേ നമ്മളിത് മുറ്റുന്നതിന് മുമ്പേ നമ്മൾ മെഴുക്ക് പുരട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും. കണ്ട, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കാണുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. വെയിൽ കാരണം അത് വീഡിയോയിൽ നല്ലപോലെ കാണുന്നില്ല. പിന്നെ എന്ന് വെച്ചാൽ ഈ വാളരിപ്പയറെന്ന് വെച്ചാൽ തോരൻ, ചില ആൾക്കാർ തോരനൊക്കെ കഴിഞ്ഞ് മെഴുക്ക് പുരട്ടുന്നതാണ്, അതായത് മെഴുക്ക് പുരട്ടി കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് കൂടുതലും. ഇതിൻ്റെ ഇതെന്ന് ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നീളം കൂടിയതുണ്ട്, ചെറിയ ടൈപ്പും ഉണ്ട്. രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് പഴസാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. എന്നിട്ട് നമ്മളിതിൻ്റെ അരിവൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കി എടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എന്താ ഒരു കശർപ്പ് ചവ. ഇത് കണ്ട എൻ്റെ കയ്യിൽ വെക്കുമ്പോൾ തന്നെ ശരിക്കും നല്ല നീളമൊക്കെ ഉണ്ട്. അപ്പോൾ ക്യാമറ പിടിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ കലാവിരുദ്ധമായിട്ടൊക്കെ ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ ചെയ്തോ, ഞാനൊന്നും പറയത്തില്ല. പിന്നെ അത് നല്ലപോലെ കട്ട് ചെയ്ത് നല്ലതുപോലെ കഴുകി എടുക്കുന്നു കേട്ടോ. ഇത് മുറ്റതല്ലാത്തതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കുരുവും വെച്ച് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. അപ്പം ഞാൻ പിന്നെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ആ ചെറുത് ഞാൻ അതിൻ്റെ കുരു കളഞ്ഞിട്ടില്ല. എന്നിട്ട് ഇതേ സൈസിൽ ഞാൻ വെട്ടിയല്ല അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്. ഇതിൻ്റെ അകത്ത് മസ്റ്റായിട്ട് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ വലിയ ഉള്ളിയാണ്. വലിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ചെറിയ ഉള്ളിയിട്ട് വലിയ കാര്യത്തിലൊക്കെ ചെയ്യണം. പിന്നെ കാന്താരി മുളക് ചതച്ചങ്ങ് ചേർക്കും കേട്ടോ. നമ്മളിവിടെ കാന്താരി മുളക് ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ നമ്മളതും കൂടി ചതച്ച് നമ്മളിതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ വറ്റൽ മുളക് വേണമെന്നുണ്ടെങ്കിൽ കീറി നമുക്ക് ചതച്ചൊന്ന് വേണമെങ്കിൽ ഇടാം. പക്ഷേ ഇന്നത്തെ ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ നമുക്ക് പതിവ് പോലെ പാൻ എടുത്ത് വയ്ക്കുക, എണ്ണ ഒഴിക്കുക, കടുക് ഇടുക. അപ്പോൾ ഇതിൽ നമുക്ക് കൂടുതൽ വേവ് വേണമെന്ന് വെച്ചാൽ തോനെ വേവൊന്നും വേണ്ട, ആവിയിലിട്ട് നമ്മൾ അടച്ച് വേവിക്കുമ്പോഴത്തേക്കും നല്ല പെട്ടെന്ന് നമുക്ക് തിക്കായിട്ട് കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ ശകലം വേണമെങ്കിൽ ഒരു പൊടിക്ക് നമുക്ക് വെള്ളം വേണമെങ്കിൽ തൂവി കൊടുക്കാം. എന്നിട്ട് വറ്റൽമുളക് ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടെ തട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ളി കുറവായതുകൊണ്ട് അതിൻ്റെ ഒരു പോരായ്മ ഉണ്ട്. പിന്നെ നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ ഉപ്പിടണം. ഉപ്പിട്ടില്ലെങ്കിൽ കറിയല്ല മെഴുക്ക് പുരട്ടിയത് ഒന്നിനും കൊള്ളത്തില്ല. അപ്പോൾ നമ്മളത് നല്ലതുപോലെ തിക്കായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉപ്പൊക്കെ ഒന്ന് എല്ലായിടത്തും പിടിക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ കറിവേപ്പില നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലാത്തവർ ഇടണ്ട, നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ അത് അടച്ച് ആവിയിലിട്ട് വെന്തോന്നൊന്നും കൂടെ നോക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട്. അത് വീണ്ടും ഒന്ന് കറക്കി എന്നാൽ ഈ സ്പൂൺ കൊണ്ടൊന്ന് നല്ലതുപോലെ ഒന്ന് ചെക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയില്ലേ, മുളക് പൊടി വേണമെങ്കിൽ തൂറ്റി കൊടുക്കുക. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് മുളക് പൊടി ഇട്ടിട്ടില്ല. പിന്നെ ശകലം തേങ്ങ ഇട്ടിട്ടുണ്ട്. തേങ്ങയും കൂടെ ഇടുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. അതും ഇട്ട് ശകലം ഒന്ന് ആവിയിലൊന്ന് ഇതായതിന് ശേഷം വെന്തോന്ന് നോക്കിയിരിക്കുന്ന ഞാൻ വീണ്ടും അതൊന്നും ചെക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ മെഴുക്ക് പുരട്ടി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ഡിഷാണ്. ഇപ്പം പറയേണ്ട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ, സീ യു.